ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ആലപ്പുഴ സ്റ്റൈൽ ഒരു മീൻകറി വെച്ചാലോ? അപ്പോൾ നമ്മളിന്ന് മീൻകറി വെക്കാനായിട്ട് എടുത്തേക്കുന്ന മീൻ ഈ പാലക്കാടൊക്കെ ഇതിനെ പറവ എന്നാണ് പറയണത്. ആലപ്പുഴയിൽ എന്താണ് പറയണതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പറവ എന്ന് പറയുന്ന ഒരു തരം മീനിനെ. അപ്പം മീൻ കറി ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാമല്ലോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടുക്, ഉലുവ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും എടുത്ത് സെറ്റാക്കി വെച്ചോളണം. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ച് കടുക്, ഉലുവ കൂടെ പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് പൊട്ടിക്കും. നല്ല പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, അത് ചെറുതായിട്ട്, ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. സോട്ട് ചെയ്തെടുത്തിട്ട് സോട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ ആദ്യമേ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് നല്ല വഴണ്ട് കിട്ടും. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് പറയണം കേട്ടോ. ഇതെവിടെയൊക്കെ ഉള്ളവരാണ് കാണുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും തുടർന്ന് വരുന്നതായിരിക്കും. പിന്നെ ഇവിടുത്തെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ അതെൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ടാണ്. അവൻ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുളക് പൊടി ഇടണം. മുളക് പൊടി ഇടണം. മുളക് പൊടി അതിൻ്റെ പച്ചമണം വരെ മാറുന്നവരെ നമ്മളിത് ഇളക്കണം. ഇതിൻ്റെ ഈ പച്ചമണം മാറിക്കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു ടേസ്റ്റും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുള്ളൂ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പച്ച മണം മാറുന്നത് വരെ മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് നമ്മൾ ഈ ഇതിൽ സോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ സോട്ട് ചെയ്തെടുത്ത് നല്ല സൂപ്പറായിട്ട് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൽ പച്ചമണം നല്ല പോലെ മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പുളിയും കൂടെ ഇട്ടിട്ട് നമുക്കിതിനെ തിളപ്പിക്കണം. ഞാനിവിടെ 5 കുടംപുളി എടുക്കുന്നുണ്ട്. പിന്നെ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുടംപുളിയൊക്കെ എന്ന് പറയണത് നമ്മുടെ സ്വന്തം ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങളാണ്. മല്ലിപ്പൊടിയൊക്കെ സ്വന്തമായിട്ട് പൊടിപ്പിച്ചെടുക്കുന്നതാണ്. അതുപോലെ കുടംപുളിയൊക്കെ നന്നായി സ്വന്തമായിട്ട് ഉണക്കിയെടുക്കുന്നതാണ്. അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ പറവ മീനിനെ നമ്മൾ ഇട്ട് കൊടുക്കും. എല്ലായിടത്തും എന്താണ് പറയണതെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന പാലക്കാട്, അവിടെ ഇങ്ങനെയാണ് പറയണത്. പറവ മീൻ എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. അപ്പോൾ ആ മീൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ഒന്ന്, എൻ്റെ കയ്യിലൊരു ഫോണുള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കും. അന്നേരം അതിൻ്റെ പുറത്തെല്ലാം കറിയാവും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് കൂട്ടി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിക്കും. നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവും. ഇനി അതിന് നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ നല്ല പരുവ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വേകുന്ന മീനാട്ടോ. ഒരു 5 മിനിറ്റിനകത്ത് തന്നെ മതി. തിളച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വേണം. പെട്ടെന്ന് തന്നെ വേകുന്ന ഇതുവരെ മീനായിരുന്നു. നല്ല ടേസ്റ്റുള്ള മീനാട്ടോ. അപ്പോൾ നമ്മളിതിനെ കുറച്ച് നേരം അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. എന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം, കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് വേകുന്ന മീനാണ്. വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ എടുത്ത് ഞാനിതിൻ്റെ പുറത്ത് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കുരുമുളകും കൂടെ വിതറിയായിരുന്നു. എന്നിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻകറി, ആലപ്പുഴ സ്റ്റൈൽ മീൻകറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.